നമസ്കാരം. ഈ മനുഷ്യന്മാരുടെ ക്രിയേറ്റിവിറ്റിക്കൊന്നും ഒരു പരിധിയുമില്ല. നമ്മളൊന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് ഓരോരുത്തർ ഓരോന്ന് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കാണിക്കാം. രാത്രി ചൂണ്ടയിടാൻ പോയതാ. ഈ കൊതുകിന്റെ ശല്യം അറിയാലേ. ചൂണ്ട ഇടും വേണം, കൊതുകടിയും കൊള്ളരുത്. അപ്പൊ ഇതല്ലാതെ വേറെ മാർഗം സ്വപ്നങ്ങളിൽ മാത്രം. നിങ്ങൾക്ക് ഹിഡൻ ടാലൻസ് എന്തെങ്കിലും ഉണ്ടോ? എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഹിഡണം. ഇവിടെ ഒരു കൊച്ചു പയ്യന്റെ ഹിഡൻ ടാലന്റ് എങ്ങനെയോ ക്യാമറയിൽ പറഞ്ഞതാ. അത് നോക്കിക്കോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ ബുക്ക് റൈറ്റിംഗ് ബോർഡൊക്കെ ഇതുപോലെ കൈയും കൊണ്ട് കറക്കുമായിരുന്നു. ഇത് കാലും കൊണ്ട്. അത് മൾട്ടി ടാസ്കിംഗ് ആണ്. കയ്യില് ഫോണ്, കാലില് തലയാണ്. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് ആണ്, നടക്കാൻ ഹീൽസുമായി ഇരിക്കാൻ സ്റ്റൂളുമായി. കറക്റ്റാ. അമ്മയുടെ ഹീൽസും ഇട്ട് ഫോണിലിരുന്ന് റീൽസ് കാണുക. ചിൽഡ് ഇവിടെ. പെട്ടെന്നിരിക്കാൻ കസേരയോ സ്റ്റൂളൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അമ്മയുടെ ഹീൽസ് എടുക്കുക, അങ്ങിരിക്കുക. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഈ വീഡിയോ എപ്പോൾ കണ്ടാലും എനിക്ക് വീഡിയോ. അങ്ങോട്ട് റോക്കറ്റ് പോണ പോലെ പോകും. തിരിച്ച് പക്ഷെ ഭാര്യമാരാണ് വലിച്ചുകൊണ്ട് വരേണ്ടത് പാളയിൽ. അത് ഇച്ചിരി പാടാ. പക്ഷെ തോറ്റു കൊടുക്കില്ല എന്നുള്ള ആ മനസ്സ്, അതാണ് എന്നെ ആകർഷിക്കുന്നത്. അവർ സ്വയം നിരങ്ങി ഫിനിഷിംഗ് ലൈനിലെത്തി. ഗോൾഡ് ഫിഷ് ഫുട്ബോൾ കണ്ടിട്ടുണ്ടോ? അതായത് ഫുട്ബോൾ പോലൊരു അക്വേറിയം ഉണ്ടാക്കി ഗോൾഡ് ഫിഷിനെ ഇട്ട് ഒരു മൈക്രോ ഫുട്ബോൾ ടൂർണമെന്റ്. ഈ അലങ്കാര മത്സ്യങ്ങളുടെ ഇടയിലെ മെസ്സിയാണ് ആ പോണത്. അവനെ നോട്ട് ചെയ്തു. പ്രാക്ടീസ് മേക്സ് എവറിത്തിങ് പെർഫെക്റ്റ്. അതായത് നിത്യാഭ്യാസി ആന എടുക്കുമെന്ന്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പെർഫെക്റ്റ് അല്ലേ? ഗ്രേറ്റ്. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് ആ സിങ്ക് വന്നത്. ഈ സ്കിപ്പിംഗ് റോപ്പ് ചെയ്യാൻ അറിയാവുന്നവരാണോ നിങ്ങൾ? എന്നാൽ അടുത്ത പ്രാവശ്യം ഫ്രണ്ട്സിനെയും കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും. ഒരു ചലഞ്ച് ആയിക്കോട്ടെ എന്ന്. എന്ത് പറയുന്നു ഗൈസ്? എന്നാൽ ഇപ്പൊ തന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോ. അപ്പൊ നാളെ കാണാം. ബൈ ബൈ.